എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ക്രാഫ്റ്റ് ചെയ്യൂ എന്നുള്ള റിക്വസ്റ്റുകളാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കുക്കിംഗ് ഇടണത് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ക്രാഫ്റ്റ് തന്നെ ആകുമ്പോൾ ഒരു ബോറടി അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ സ്പ്രേ കുപ്പികൾ കാണില്ലേ നമ്മുടെ കയ്യിൽ, അതായത് ബോഡി സ്പ്രേയുടെ, അതുപോലെ എയർ ഫ്രഷ്നർ, റൂം ഫ്രഷ്നർ, അങ്ങനത്തെ ഡിയോഡ്രൻ്റൊക്കെ. അപ്പോൾ ഇതുപോലത്തെ സ്പ്രേ കുപ്പി വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ഐഡിയ ഷെയർ ചെയ്യണത്. അപ്പോൾ മറ്റേ പെർഫ്യൂം ബോട്ടിൽ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പേര് കണ്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണ് കേട്ടോ അത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പുതുതായിട്ട് വന്നവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് റീയൂസ് ആക്കാം. അപ്പോൾ അത് ഒരു പ്രാവശ്യം ചെയ്തതല്ലേ, അപ്പോൾ ഇനി ഇതാവട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചെറുത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തുറക്കുന്നൊന്നുമില്ല, തുറക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തുറന്നിട്ടുള്ള ഐഡിയാസ് നമുക്ക് വേറെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്തിട്ടൊരു ഐഡിയ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചാക്കുനൂലാണ്. അപ്പോൾ ജൂട്ടിൻ്റെ ഈ ഒരു റോപ്പ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യണത്. ഇങ്ങനത്തെ നമുക്ക് ലോക്കലായിട്ടുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരു 50 രൂപയ്ക്ക് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും വില കുറവാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ലോക്കലായിട്ട് അടുത്തുള്ള നമ്മുടെ പലചരക്ക് കടക്കാരൊക്കെ ഇല്ല, അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മതി എവിടെ നിന്നാണ് വാങ്ങണമെന്ന് അറിയില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനത്തെ വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ കമ്പിളി നൂലില്ലേ, അതായാലും മതി. അല്ലെങ്കിൽ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് ഇതിൽ ഫുള്ളായിട്ട് ചുറ്റാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 2 പ്രാവശ്യം കുറച്ചൊന്ന് പശാക്കിയാൽ മതി. പിന്നെ നമുക്ക് വേഗം ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. വിചാരിക്കുന്ന പോലെ ഒട്ടും ബുദ്ധിമുട്ടില്ല, വേഗം തീരും. ഇടയിലൊന്നും ഞാൻ പശ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി ലാസ്റ്റ് ഭാഗത്തും ഒന്ന് പശയാക്കണം. അപ്പോൾ ഗ്ലൂഗൺ വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഫെവിക്കോൾ വെച്ച് ചെയ്താൽ മതി. പിന്നെ ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കൈ അതിൽ ഒട്ടാൻ വേണ്ടി പിടിച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്യണത് കേട്ടോ. ഫെവിക്കോളോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ ഫെവി ബോണ്ടോ എന്തായാലും മതി. എന്നിട്ട് അത് ഇങ്ങനെ ചുറ്റി ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു പഴയ CD കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് നന്നായിട്ടൊന്ന് പശയാക്കിയിട്ട് ഈ CD നമുക്കിത് ഒട്ടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പശയാക്കണം. ഇനി നമുക്ക് ഈ ഒരു CD മുകളിൽ കൂടെ വീണ്ടും ഈ ഒരു റോപ്പ് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ CD നമ്മൾ ഒട്ടിക്കുമ്പോൾ എല്ലാ സൈഡിലും പശ ആക്കിക്കൊണ്ടിരിക്കണം, എന്നാലും അത് കറക്റ്റായിട്ട് നിൽക്കണുള്ളൂ. അപ്പോൾ ഫെവിക്കോൾ ആണെങ്കിൽ അതായാലും മതി. ഫുള്ള് തേച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി എടുക്കുക. ഇപ്പം ഞാൻ ഫുള്ള് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെയാണ് ഇതിപ്പോൾ ആയിട്ടുള്ളത്. ഇനി ഇതിനെ ഭംഗിയാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ലേസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ ഒരു ഫുള്ള് റോളിന് 350 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ലേസും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ചെറിയ ഡിസൈൻ എന്തെങ്കിലും പെയിൻറ് വെച്ചിട്ട് കൊടുത്താലും മതി. അതുമല്ലെങ്കിൽ പണ്ട് ഞാൻ ഇതുപോലെ ബിസ്ക്കറ്റിൻ്റെ കവർ വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ ആർട്ടായിരുന്നു അത്. അപ്പോൾ അതിൽ ചെയ്ത ആ ഒരു ഡിസൈനില്ലേ, ബിസ്ക്കറ്റിൻ്റെ കവർ കട്ട് ചെയ്തെടുത്തിട്ട്, അതുപോലെ വേണമെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കവർ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഡിസൈൻ കൊടുത്തിട്ട് ഇതിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അത്. ഇനി ഞാൻ ഏകദേശം അതിൻ്റെ ആ ഒരു വലുപ്പത്തിന് തന്നെയുള്ള ഒരു മൂടി, വേറൊരു സ്പ്രേൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു വള്ളി ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മുകളിൽ പശ തേച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ആ ഒരു മൂടിയുടെ ഉൾഭാഗത്ത് ഈ ഒരു കളറ് ഏകദേശം നോക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല കേട്ടോ, അത് നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ആ പെയിൻറ്റ് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നേരം പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ആ ഒരു ലേസിൻ്റെ പീസ് ഞാൻ ഇതിലും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ നമ്മുടെ വളയൊക്കെ ഇടാനുള്ള നല്ലൊരു ഓർഗനൈസർ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് മുകളിലെ ഭാഗത്ത് ഇതുപോലത്തെ കമ്മലുകൾ ഒക്കെ ഇങ്ങനെ നമ്മൾ ടേബിളിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊക്കെ ഒന്ന് ഊരിയിടണമെങ്കിൽ എടുത്ത് വയ്ക്കാം. പിന്നെ അതെടുത്ത് ബോക്സിലൊക്കെ ഇട്ട് വെച്ചാൽ മതിയല്ലോ. തൽക്കാലം ടേബിളിൽ വെച്ചാൽ പെട്ടെന്നൊക്കെ ഊരുമ്പോൾ ഇതിലേക്ക് എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും.
അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വളയ്ക്ക് പാകമുള്ള രീതിയിലുള്ള ബോട്ടിൽ തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ചെറിയ ടൈപ്പ് വളകളല്ലായിരിക്കുക, അപ്പോൾ ചെറിയ വണ്ണം കുറഞ്ഞിട്ടുള്ള കുപ്പി എടുക്കുക. അപ്പോൾ വലിയവർക്കാണെങ്കിൽ ഇതുപോലത്തെ വലുത് മതി. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആ റോപ്പ് ചുറ്റുമ്പോൾ അതിൻ്റെ ഒരു വണ്ണം കൂടി വരും, അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ടേബിളിലോ അതുപോലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കാം. കബോർഡിൻ്റെ ഉള്ളിലാകുമ്പോൾ ഒട്ടും തന്നെ പൊടിയും പിടിക്കില്ല. ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു മൂടി പോലെയൊക്കെ സെറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. ഒരുപാട് കൊച്ചു കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടാവും എന്നറിയാം. അപ്പോൾ അവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സ് ആൻറ്റിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ മെയിൽ ID അറിയാലോ എല്ലാവർക്കും, ഞാനിവിടെ എഴുതി കാണിക്കുക, അതിലേക്ക് അയച്ചാൽ മതി. അതുപോലെ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്കിത് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് അറിയാലോ, നമ്മുടെ പുതിയ ചാനലാണ്. അതും സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. കഴിഞ്ഞ സൺഡേ ഞാൻ പിന്നെ ഹായ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹായ് മാത്രമേ ഉള്ളൂ, അതിൽ ക്രാഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. കുറേ പേരുടെ പേര് വായിച്ചിട്ട് അവർക്കൊക്കെ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് കണ്ടു നോക്കുക നിങ്ങളുടെ പേരൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹായ് പറയുന്നത്. അപ്പോൾ അതിന് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കുന്നത് എന്തിനാ അങ്ങനെ വെറുതെ ഹായ് പറയണമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഒന്നുമല്ല, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കാണ് ഞാൻ മെയിനായിട്ട് അങ്ങനെ ഹായ് പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഹായ് പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാൻ ഇട്ടില്ലേ ആ വീഡിയോൻ്റെ താഴെ. അപ്പോൾ എനിക്ക് അത് നോക്കിയിട്ട് അതിലാർക്കൊക്കെയാണ് പറയാത്തതെന്നുണ്ടെങ്കിൽ അടുത്ത സൺഡേ അത് പറയാമല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ താഴെയും പണ്ടത്തെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുകയാണ് ഹായ് പറയൂ ഹായ് പറയൂ എന്ന്. ഇതെല്ലാം നോക്കിയിട്ട് എനിക്ക് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? 300-ൽ കൂടുതൽ 400-ൻ്റെ അടുത്തൊക്കെ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ കാണുന്നവരൊക്കെ കമൻറ്റ് ഇടുകയാണ് എനിക്ക് ഹായ് പറയൂന്ന്. അപ്പോൾ അത് ബുദ്ധിമുട്ടാവണോ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ആ സൺഡേ വീഡിയോൻ്റെ താഴെ മാത്രം ഹായ് പറയാനുള്ളവർ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ, അതായത് ഇതിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കൂ. ആ ഹായ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് അല്ലാതെ ഹായ് പറയാനുള്ളവർ എഴുതും കേട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കിയേ വായിക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എത്ര നാൾ പറ്റുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക് എവിടം വരെ പോകുന്നുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞേ. ഒന്നും തോന്നരുത്. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്